ഹലോ. അപ്പോൾ എല്ലാവരും കഴിഞ്ഞ ക്ലാസ്സൊക്കെ കേട്ട് നമ്മളെല്ലാവരും ജസ്റ്റ് ടെക്സ്റ്റ് മാത്രം ഡിസ്പ്ലേ ചെയ്യാനുള്ള ഒരു ആപ്പ് ബിൽഡ് ചെയ്തില്ലേ? യെസ്. ഇനി നമ്മൾ അതല്ല, കഴിഞ്ഞ ക്ലാസ്സിൽ ടെക്സ്റ്റിൻ്റെയും ടെക്സ്റ്റൈൽ ഈ രണ്ട് വിഡ്ജറ്റ്സിൻ്റെയും പ്രോപ്പർട്ടീസ് നോക്കാൻ പറഞ്ഞിരുന്നു. നമ്മൾ ജസ്റ്റ് സ്റ്റൈൽ എന്നുള്ളൊരു പ്രോപ്പർട്ടി മാത്രമുള്ള ടെക്സ്റ്റിൻ്റെ യൂസ് ചെയ്തിട്ട് ടെക്സ്റ്റൈൽ വിഡ്ജറ്റിൻ്റെ കളർ എന്നുള്ളൊരു പ്രോപ്പർട്ടി മാത്രമുള്ള നമ്മൾ ഇതിൽ യൂസ് ചെയ്തിട്ട് ഇതല്ലാണ്ട് വേറെ പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞിരുന്നു. ചെക്ക് ചെയ്തോ? ഓക്കെ. നമുക്ക് ജസ്റ്റ് ടെക്സ്റ്റൈലിൽ ഒരു ഫോണ്ട് സൈസ് നമുക്കൊരു 20 കൊടുക്കാം. നമുക്ക് റൺ ചെയ്ത് നോക്കാം. 20 എടുത്തപ്പോൾ സൈസ് ചെറുതായി. നേരത്തെ റൺ ചെയ്തപ്പോൾ ഡിഫോൾട്ട് ആയിട്ടുള്ള സൈസാണ് എടുത്തത്. അപ്പോൾ നമ്മൾ ഒരു കറക്റ്റ് ഒരു ഫോണ്ട് സൈസ് കൊടുത്തു, അപ്പോൾ 20 വന്നു. ഓക്കെ, ഇതുപോലെ ബാക്കി പ്രോപ്പർട്ടീസും ചെക്ക് ചെയ്യുക. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളും കൂടിയും നോക്കാം. എന്നിട്ട് ഇതെല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ദെൻ ഇവിടെ ഈ സെൻറ്റർ എന്നുള്ളത് കളഞ്ഞു. ദെൻ ഞാൻ അവിടെ സ്കഫോൾഡ് പറഞ്ഞ ഒരു വിഡ്ജറ്റ് ഉണ്ട്. ഇവിടെ എന്താണ് എറർ? നമ്മളിവിടെ ഓരോ വിഡ്ജറ്റ്സ് കഴിയുമ്പോഴും അല്ലെങ്കിൽ ഓരോ പ്രോപ്പർട്ടീസ് എൻഡിങ്ങിൽ നമ്മളൊരു കോമറ്റ് കൊടുക്കണം. ഓക്കെ, ഇവിടെ സ്കഫോൾഡ് പറഞ്ഞൊരു വിഡ്ജറ്റ് ഉണ്ട്. സ്കഫോൾഡ് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു എൻ്റയർ സ്ക്രീനിനാണ് നമ്മൾ സ്കഫോൾഡ് പറയുക. ഓക്കെ, സ്കഫോൾഡിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കാം. ഇനി നമുക്ക് സ്കഫോൾഡിന് എന്തൊക്കെ പ്രോപ്പർട്ടീസ് ഉണ്ട്? ബോഡി ഉണ്ട്, ദെൻ ഡ്രോവർ, ഇങ്ങനെ ഒത്തിരി പ്രോപ്പർട്ടീസ് ഉണ്ട് സ്കഫോൾഡിന്. ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെയിൻലി 2-3 പ്രോപ്പർട്ടീസാണ്. അതിൽ ഫസ്റ്റ് പ്രോപ്പർട്ടി ആപ്പ് ബാർ. എന്താണ് ആപ്പ് ബാർ? ആപ്പ് ബാറിൽ നമുക്ക് ആപ്പ് ബാറിന് ഒരു വിഡ്ജറ്റ് ഉണ്ട്. സ്കഫോൾഡിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് ആപ്പ് ബാർ. ദെൻ ആ ആപ്പ് ബാറിന് നമ്മൾ കൊടുക്കുന്ന വിഡ്ജറ്റാണ് ആപ്പ് ബാർ. ഇതൊന്ന് നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ സ്ക്രീൻ. നേരത്തെ സ്കഫോൾഡ് പറഞ്ഞില്ലേ? സ്കഫോൾഡ് പറഞ്ഞാൽ ഈ ഒരു സ്ക്രീൻ ഉണ്ടല്ലോ, ഇത്രയും ഭാഗമാണ് സ്കഫോൾഡ്. സ്കഫോൾഡിൻ്റെ അകത്ത് നമ്മൾ ആപ്പ് ബാർ കൊടുത്തു. ആപ്പ് ബാർ പോർഷൻ ഏതാ? ഈ ഒരു ഭാഗമാണ് ആപ്പ് ബാർ പോർഷൻ. ദെൻ ആപ്പ് ബാർ എന്ന് പറഞ്ഞ വിഡ്ജറ്റ്. ആപ്പ് ബാറിൻ്റെ വിഡ്ജറ്റിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കണേ. ലീഡിങ്, ട്രൂ, ടൈറ്റിൽ ഉണ്ട്, ആക്ഷൻസ് ഉണ്ട്. ദെൻ അത് പ്രോപ്പർട്ടീസ് ബാക്ക്ഗ്രൗണ്ട് കളർ, ഫോർഗ്രൗണ്ട് കളർ, ഷേപ്പ്, ഇങ്ങനെ ഒത്തിരി പ്രോപ്പർട്ടീസ് ഉണ്ട്. നമുക്ക് ആപ്പ് ബാറിന് ബാക്ക്ഗ്രൗണ്ട് കളർ എന്താന്ന് നോക്കാം. ബാക്ക്ഗ്രൗണ്ട് കളർ ഒരു റെഡ് കൊടുക്കാം. ഞാൻ ജസ്റ്റ് റെഡ് എന്ന് ടൈപ്പ് ചെയ്തപ്പോൾ ഞാൻ 6 മാത്രം ടൈപ്പ് ചെയ്തിട്ട് അപ്പോൾ റെഡ് വന്നു. നമുക്ക് അത് എൻട്രി ചെയ്ത് കൊടുക്കാം. റെക്കമെൻഡേഷൻസ് വരും, അതുകൊണ്ട് നമുക്ക് എല്ലാം ടൈപ്പ് ചെയ്യണമെന്നൊന്നുമില്ല. ആപ്പ് ബാറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ റെഡ് ആക്കി. ഇപ്പോൾ മനസ്സിലായില്ലേ ആപ്പ് ബാറിന് എത്ര സ്പേസ് ആണ് എടുക്കുന്നത് എന്നുള്ളത്? ഇത് എൻ്റെ ഈ ഒരു വിസിബിൾ ആയിട്ടുള്ള ഈ വൈറ്റ് മുതൽ ഈ റെഡ് വരെ ഉള്ളതാണ് സ്കഫോൾഡ്. സ്കഫോൾഡിൻ്റെ അകത്ത് ആപ്പ് ബാർ എടുക്കുന്ന പോർഷൻസ് എത്രയാണ്? ഇത്ര പോർഷൻസ് ആണ് ആപ്പ് ബാർ എടുക്കുക. ഓക്കെ, ആപ്പ് ബാറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ പറഞ്ഞൊരു പ്രോപ്പർട്ടി. ദെൻ ആപ്പ് ബാറിന് എന്താണ്? ലീഡിങ്. നമുക്ക് അതിനു മുമ്പ് ആപ്പ് ബാറിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് നോക്കാം. ആപ്പ് ബാർ ഇത് നോക്ക്. ഇതാണ് ആപ്പ് ബാറിൻ്റെ ഒരു സ്ട്രക്ചർ. ഓക്കെ, ഇവിടെ ഫസ്റ്റ് ലീഡിങ് വരും. ലീഡിങ്ങിൽ നമുക്ക് ഐക്കണോ ടെക്സ്റ്റോ എന്തും കൊടുക്കാം. ദെൻ ടൈറ്റിൽ വരും. ദെൻ ആക്ഷൻസിൽ നമുക്ക് ഓരോ ഐക്കൺസ് അങ്ങനെയൊക്കെ കൊടുക്കാം. ആപ്പ് ബാറിൻ്റെ എൻഡിൽ നമുക്ക് ഐക്കൺസും കാര്യങ്ങളൊക്കെ കൊടുക്കാം. അതാണ് ആപ്പ് ബാറിൽ മെയിൻലി നമ്മൾ ചൂസ് ചെയ്യുക. ഓക്കെ, ദെൻ ആപ്പ് ബാറിൻ്റെ പ്രോപ്പർട്ടീസ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നേരത്തെ ഞാൻ കാണിച്ചു തന്നില്ല ആപ്പ് ബാറിൻ്റെ പ്രോപ്പർട്ടീസ്. അതുപോലെ തന്നെ ഇതാക്കണം ആക്ഷൻസ് എന്താന്നുള്ളതൊക്കെ ഇവിടെ തന്നെ ലിസ്റ്റ് ചെയ്യും. ഓക്കെ, ആക്ഷൻസ് പറഞ്ഞാൽ ഒരു ലിസ്റ്റ്, ഒരു വിഡ്ജറ്റിൻ്റെ ലിസ്റ്റാണ്. ആക്ഷൻസ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഒരു ലിസ്റ്റാണ് എടുക്കുക. എന്താണ് ലിസ്റ്റ്? മൾട്ടിപ്പിൾ ആയിട്ടുള്ള എലമെന്റ്സ് ഉണ്ടാവും. ഇത് നമ്മൾ അവിടെ ഡാർട്ടിൽ പഠിച്ചത് നമ്പർ ഓഫ് ലിസ്റ്റ് പറഞ്ഞാൽ നമ്പേഴ്സിൻ്റെ ലിസ്റ്റ് ആണെങ്കിൽ മൾട്ടിപ്പിൾ നമ്പേഴ്സ് ഉണ്ടാവും. നമുക്ക് ഓരോ എലമെന്റ് ആയിട്ട് നമ്പേഴ്സ് ആഡ് ചെയ്യാം. ഇവിടെ വിഡ്ജറ്റിന്റെ ലിസ്റ്റാണ്. അപ്പോൾ ആ ലിസ്റ്റിൽ ഓരോ വിഡ്ജറ്റും നമുക്ക് കൊടുക്കാം. ദെൻ ആക്ഷൻ ഐക്കൺ, ബാക്ക്ഗ്രൗണ്ട് കളർ, ഇതൊക്കെ ആപ്പ് ബാറിൻ്റെ പ്രോപ്പർട്ടീസ് ആണ്. ഫ്ലെക്സിബിൾ സ്പേസ്, ഓക്കെ, ഇതെല്ലാം ആപ്പ് ബാറിൻ്റെ പ്രോപ്പർട്ടീസ് ആണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണേ. ഓക്കെ, ഇതെല്ലാം ആപ്പ് ബാറിൻ്റെ പ്രോപ്പർട്ടീസ്. അതിൽ ഫങ്ഷൻസ് ഉണ്ട്, ദാറ്റ് മീൻസ് മെത്തേഡ്സ് ഉണ്ട്.
ഓക്കെ, അപ്പോൾ ബാക്ക് ടു ആൻഡ്രോയിഡ് സ്റ്റുഡിയോ. ഇവിടെ ആപ്പ് ബാറിൽ നമുക്ക് ലീഡിങ്ങിൽ ഒരു ടെക്സ്റ്റ് കൊടുക്കാം. ലീഡിങ്ങിൽ നമ്മൾ ജസ്റ്റ് ഒരു ടെക്സ്റ്റ് കൊടുത്തു, ഫ്ലിറ്റ് പറഞ്ഞ ടെക്സ്റ്റ് കൊടുത്തു. നമുക്ക് റൺ ചെയ്യാം. ഫ്ലിറ്റ് പറഞ്ഞ ടെക്സ്റ്റ് ഇവിടെ കണ്ട, യെസ്, ഒരു വൈറ്റ് ആയിട്ട് നമ്മൾ ഫ്ലിറ്റിൽ നമുക്ക് ടെക്സ്റ്റൈലിൽ നമുക്ക് സൈസ് അല്ലേ, ഫോണ്ട് സൈസ് 25 കൊടുക്കാം. ഇത് നമുക്ക് റൺ ചെയ്തു. ഓക്കെ, വലുതായില്ലേ. ഫ്ലിറ്റ് ലീഡിങ്ങിൽ നമ്മൾ ഫ്ലിറ്റ് കൊടുത്തു ലീഡിങ്ങിൽ നമ്മളത് കൊളാപ്സ് ചെയ്തു. ലീഡിങ് പറഞ്ഞ പ്രോപ്പർട്ടി നമ്മൾ കൊളാപ്സ് ചെയ്തു. ദെൻ നമുക്ക് അവിടെ ഒരു ടൈറ്റിൽ കൊടുക്കാം. ടൈറ്റിൽ എന്താ കൊടുക്കുക? ഇൻസ്റ്റിറ്റ്യൂട്ടിന് കൊടുക്കാം. ടൈറ്റിൽ ടെക്സ്റ്റ് വിഡ്ജറ്റിൻ്റെ അകത്ത് വേണം നമ്മൾ കൊടുക്കാൻ അല്ലേ. യെസ്, ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ളത് കൊടുത്തു. ദെൻ നമുക്ക് റൺ ചെയ്യാം. റൺ ചെയ്തപ്പോൾ എവിടെ വന്നേ? യെസ്, അതിൻ്റെ തൊട്ടിപ്പുറത്ത് വന്നു. അപ്പോൾ ലീഡിങ് പറഞ്ഞ ആപ്പ് ബാറിൻ്റെ ഫസ്റ്റ്, ദെൻ നെക്സ്റ്റ് ടൈറ്റിൽ, ദെൻ ആക്ഷൻസ് പറഞ്ഞൊരു ലിസ്റ്റാണ്. അതിൽ നമുക്ക് വിഡ്ജറ്റ്സിൻ്റെ ഒരു ലിസ്റ്റാണ് കൊടുക്കുക. നമുക്ക് മൾട്ടിപ്പിൾ വിഡ്ജറ്റ്സ് കൊടുക്കാം. ടെക്സ്റ്റ് തന്നെ 2-3 തവണ കൊടുക്കാം. നമുക്ക് ഇവിടെ ഒരു ഐക്കൺ കൊടുക്കാം. ഐക്കൺസ് ഡോട്ട്, ഇവിടെ നമ്മൾ ഐക്കൺ കൊടുത്തത്. ഇപ്പോൾ ആക്ഷൻസ് പറഞ്ഞാൽ ആപ്പ് ബാറിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. ഓക്കെ, ദെൻ ആക്ഷൻസിൽ ഇവിടെ വിഡ്ജറ്റിൻ്റെ ലിസ്റ്റാണ് അത് എടുക്കുന്നത്. എ ലിസ്റ്റ് ഓഫ് വിഡ്ജറ്റ്സ് ടു ഡിസ്പ്ലേ ഇൻ എ റോ ആഫ്റ്റർ ദി ടൈറ്റിൽ വിഡ്ജറ്റ്. ഓക്കെ, ടൈറ്റിൽ വിഡ്ജറ്റിൻ്റെ ശേഷം ഒരു റോ ആയിട്ട്, റോയും കോളം എന്താണെന്നുള്ളത് പറയാം. റോ പറഞ്ഞാൽ ഇങ്ങനെ ഈ ഒന്ന് കഴിഞ്ഞിട്ടാവും റോയില് വിഡ്ജറ്റ്സ് വരിക. അത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം, റോയും കോളം. അപ്പം ജസ്റ്റ് ഞാൻ ഇതിൻ്റെ ഒരു സ്ട്രക്ചറാണ് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. ഓക്കെ, അപ്പോൾ റോ പറഞ്ഞാൽ ഒന്ന് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് തൊട്ടടുത്ത് അടുത്തതാ വരിക, ദെൻ അടുത്ത് വരും. കോൾ എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് അടുത്ത വിഡ്ജറ്റ് കൊടുക്കുമ്പോൾ അതിൻ്റെ തൊട്ട് താഴെ വരിക, ദെൻ അടുത്ത വിഡ്ജറ്റ് കൊടുക്കുമ്പോൾ നേരെ അതിൻ്റെ തൊട്ട് താഴെ വരിക. റോ പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് ഇവിടെ, ദെൻ സെക്കൻഡ് വിഡ്ജറ്റ് അതിൻ്റെ തൊട്ടടുത്ത്. കോളം പറഞ്ഞാൽ ഫസ്റ്റ് ഒന്ന് മുകളിൽ അതിൻ്റെ താഴെയായിട്ടാണ് നെക്സ്റ്റ് വിഡ്ജറ്റ് വരും. ഓക്കെ, അപ്പോൾ ആക്ഷൻസ് എന്നുള്ള പ്രോപ്പർട്ടി ടൈറ്റിലിന് ശേഷം ലിസ്റ്റ് ഓഫ് വിഡ്ജറ്റ്സ്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഒരു ടെക്സ്റ്റ് കൊടുത്തു. ഫോർ എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ള ഒരു ടെക്സ്റ്റ് കൊടുത്തു. ദെൻ അടുത്ത എഗെയിൻ ഒരു ടെക്സ്റ്റ് കൊടുത്തു, ബി പറഞ്ഞിട്ടുള്ള ടെക്സ്റ്റ് കൊടുത്തു. ദെൻ എഗെയിൻ ഒരു ടെക്സ്റ്റ് കൊടുത്തു, Z പറഞ്ഞിട്ടുള്ള ടെക്സ്റ്റ്. നമുക്ക് റൺ ചെയ്ത് നോക്കാം എങ്ങനെ വരിക എന്നുള്ളത്. ഓക്കെ, ABZ ഒന്ന് കഴിഞ്ഞ് തൊട്ടടുത്തതിന് വന്നു. അപ്പോൾ ആക്ഷൻസിൽ നമുക്ക് മൾട്ടിപ്പിൾ വിഡ്ജറ്റ്സ് കൊടുക്കാം. ഓക്കെ, ടൈറ്റിൽ കഴിഞ്ഞിട്ട് തൊട്ടടുത്തതാണ് ആക്ഷൻസ് വരിക. ക്ലിയർ അല്ലേ? ഇനിയിപ്പോൾ ഇത് എല്ലാതും ഒരുമിച്ചല്ലേ. നമുക്ക് ഇനി ഇതിൻ്റെ അടിയിൽ സ്പേസ് വേണമെന്ന് കരുതുക. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന വിഡ്ജറ്റാണ് സൈസ്ഡ് ബോക്സിൽ ഇവിടെ ആക്ഷൻസിൽ കൊടുക്കുന്ന വിഡ്ജറ്റ്സ് ഒന്ന് കഴിഞ്ഞ് ഇങ്ങനെ വരിക, അതായത് ഒരു റോ ഫോർമാറ്റിലാണ് വരിക പറഞ്ഞു. അപ്പോൾ നമ്മൾ അവിടെ വിഡ്ത്താണ് കൊടുക്കേണ്ടത്. വിഡ്ത്ത് ഇവിടെ ഉള്ള, ഇപ്പോൾ വിഡ്ത്ത് ഞാനൊരു 5 കൊടുത്തു, ദെൻ റൺ ചെയ്തു. അപ്പോൾ കഴിഞ്ഞിട്ട് കുറച്ച് സ്പേസ് വിഡ്ത്ത് മീൻസ് അവിടെ കുറച്ച് സ്പേസ് കിട്ടില്ലേ. യെസ്, അത് തന്നെ. അവിടെ നമ്മൾ ഹൈറ്റ് കൊടുത്താൽ മുകൾക്കുള്ള ഹൈറ്റാണ് കൂടുക. അപ്പോൾ അവിടെ ഹൈറ്റ് കൊടുത്തോണ്ട് കാര്യമില്ല. സൈസ്ഡ് ബോക്സിൻ്റെ അകത്ത് ഉള്ള പ്രോപ്പർട്ടീസ് എന്താ? സൈസ്ഡ് ബോക്സിൻ്റെ പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണ്? ഹൈറ്റും വിഡ്ത്തും ചൈൽഡും കീയുമാണ്. അപ്പോൾ ഹൈറ്റ് പറഞ്ഞാൽ മുകൾക്ക്, നമ്മൾ കോളത്തിൻ്റെ കേസ് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതൊക്കെ. ഇപ്പോൾ ജസ്റ്റ് ഇതൊന്ന് മനസ്സിലാക്കിയേക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ വിഡ്ത്ത് കൊടുത്താലുള്ളൂ നമുക്ക് അവിടുത്തെ ആ ഒരു സ്പേസ്, വിഡ്ത്താണ് അവിടെ കിട്ടേണ്ടത്. അപ്പോൾ നമ്മൾ അവിടെ ഒരു 5 കൊടുത്തു. അപ്പോൾ കഴിഞ്ഞിട്ട് ഒരു 5 സ്പേസ് വന്നു. ദെൻ BB കഴിഞ്ഞാൽ നമുക്ക് അത്ര ഒരു സ്പേസ് കിട്ടും. ദെൻ അടുത്തത് ZZ വരും. ഓക്കെ, ആപ്പ് ബാറിൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള പ്രോപ്പർട്ടീസാണ് ഇതൊക്കെ. ഇനി ഇവിടെ ഇപ്പോൾ നമ്മൾ ടെക്സ്റ്റാണ് കൊടുത്ത്, നമുക്ക് വേണമെങ്കിൽ അവിടെ ഐക്കൺ കൊടുക്കാം. ഓരോ ഐക്കൺസ് നമുക്ക് കൊടുക്കാം. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന വിഡ്ജറ്റ് പറഞ്ഞാൽ ഐക്കണിൻ്റെ അകത്ത് ഐക്കൺസ് പറഞ്ഞ വിഡ്ജറ്റ് ഡോട്ട് ആഡ്. ഇവിടെ നമ്മൾ ആൻഡ്രോയിഡ് സ്റ്റുഡിയോന് പ്രൊവൈഡ് ചെയ്യുന്ന
ഐക്കൺസ് ആണ് ഇവിടെ ഈ കാണുന്നതെല്ലാം. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് സെലക്ട് ചെയ്യാം. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ആ ഒരു ഐക്കൺ ഇവിടെ ഷോ ചെയ്തില്ലേ. നെക്സ്റ്റ് നമുക്ക് തൊട്ടടുത്ത് നമുക്ക് വേറൊരു ഐക്കൺ കൊടുക്കാം. അപ്പോൾ ഐക്കൺ കൊടുക്കണം, മനസ്സിലായോ? ഐക്കൺ വിഡ്ജറ്റ്. ദെൻ ഇതിൻ്റെ ഐക്കണിൽ നമ്മൾ ഐക്കൺസ് പറഞ്ഞ ഡോട്ട്, ഇപ്പോൾ ഒരു അലാമത്തിൻ്റെ അടുത്ത് നമുക്കൊരു പ്ലസ് ബട്ടൺ കൊടുക്കാം. ആഡിൻ്റെ ഇവിടെ എറർ എന്താ, ഇവിടെ നമ്മൾ കോമ ഇടണം. ഓക്കെ, പ്ലസ് ബട്ടൺ വന്നു. ദെൻ നെക്സ്റ്റ് എഗെയിൻ നമുക്കൊരു ഐക്കൺ കൊടുക്കാം. അപ്പം ഐക്കൺ ചൂസ് ചെയ്യാൻ മനസ്സിലായില്ലേ? ഐക്കൺസ് ഡോട്ട് ഏത് ഐക്കൺ ചൂസ് ചെയ്യും? ഈ ഒരു ഐക്കൺ ചൂസ് ചെയ്യും. ഓക്കെ, ഇപ്പൊ 3 ഐക്കൺസ് ആയി. ഇനി ഐക്കൺസ് നമുക്ക് ഇതിൽ കൊടുക്കാം. അപ്പൊ ആക്ഷൻസ് എന്ന് പറഞ്ഞാൽ ലിസ്റ്റ് ഓഫ് വിഡ്ജറ്റ്സിനെ നമുക്ക് അതിൽ കൊടുക്കാം. ഒന്ന് കഴിഞ്ഞ് തൊട്ടടുത്ത് അങ്ങനെ വരിക. ഇനി നമുക്ക് ഈ ടൈറ്റിലിനെ നമുക്ക് സെൻറ്ററിൽ അതിനൊന്ന് സെൻറ്ററിലാക്കി, നേരത്തെ നമ്മൾ ചെയ്തില്ലേ ടെക്സ്റ്റിനെ സെൻട്രൽ അലൈൻ ചെയ്തില്ലേ, അതേപോലെ നമുക്ക് സെൻറ്റർ വെച്ചിങ്ങാണ്ട് റാപ്പ് ചെയ്ത് നോക്കാം. ദെൻ റൺ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അത് സെൻറ്ററിലോട്ട് അലൈൻ ചെയ്യും. സെൻറ്ററിലോട്ട് പറഞ്ഞാൽ ഏതിൻ്റെ സെൻറ്ററിലോട്ട്? ഈ ഒരു വിഡ്ത്ത് എടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ പാർട്ടിലോട്ടാണ് അലൈൻ ചെയ്യുക. മനസ്സിലായില്ലേ? ഓക്കെ, നമുക്കിത് നേരെ തിരിച്ചാക്കിയാലോ? തിരിച്ചല്ല, ഫ്ലിറ്റ് എന്നുള്ളത് നമുക്ക് ടൈറ്റിലായി കൊടുക്കാം. ദെൻ ഫസ്റ്റ് ലീഡിങ്ങിൽ നമുക്ക് ഒരു ഐക്കൺ എന്തെങ്കിലും കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഫ്ലിറ്റ് എന്നുള്ളത് കൊടുത്ത് ഫ്ലിറ്റ്. ഓക്കെ, ഫ്ലിറ്റിൽ നമ്മൾ സ്റ്റൈലില് ടെക്സ്റ്റൈലാണ്. ദെൻ ഫോണ്ട് സൈസ് ഒരു 25. ദെൻ റൺ ചെയ്ത് നോക്കാം. ഫ്ലിറ്റ് വന്നു. അപ്പോൾ ഇവിടെ ഈ ലീഡിങ്ങിൽ നമുക്ക് എന്താ കൊടുക്കണ്ടേ? ലീഡിങ്ങിൽ നമുക്ക് ഒരു ഐക്കൺ കൊടുക്കാം. ഐക്കൺസ് ഡോട്ട് ഈ ഒരു ഐക്കൺ കൊടുക്കാം. ദെൻ ഇവിടെ കോമ. റൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം നമ്മുടെ ആപ്പ് ബാറിൽ ലീഡിങ് കൊടുത്തു. നമ്മൾ ആപ്പ് ബാറിൻ്റെ പ്രോപ്പർട്ടീസ് ബാക്ക്ഗ്രൗണ്ട് കളർ റെഡ് കൊടുത്തു. ദെൻ ലീഡിങ്ങിൽ നമ്മളൊരു ഐക്കൺ കൊടുത്തു. ദെൻ ടൈറ്റിൽ നമ്മൾ ഫ്ലിറ്റ് എന്ന് പറഞ്ഞ കൊടുത്തു. ഫ്ലിറ്റ് പറഞ്ഞ ടെക്സ്റ്റ് കൊടുത്തു. ദെൻ അതിനെ സെൻറ്ററിൽ അലൈൻ ചെയ്തു. ദെൻ ആക്ഷൻസിൽ ഇതൊക്കെ കൊളാപ്സ് ചെയ്ത് വെക്കാം. ഓക്കെ, ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുത്തു, ലീഡിങ് കൊടുത്തു, ടൈറ്റിൽ കൊടുത്തു, ആക്ഷൻസിൽ നമുക്ക് മൾട്ടിപ്പിൾ വിഡ്ജറ്റ്സ് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഐക്കണ് കൊടുത്തു, 3 ഐക്കൺസ് കൊടുത്തു. അപ്പോൾ ആപ്പ് ബാറിൻ്റെ കേസിൽ ഇത്രയാണ് പറയുന്നത്. ഇനിയുണ്ട് ആപ്പ് ബാറിൽ ഒത്തിരി പ്രോപ്പർട്ടീസ്. ഫ്ലെക്സിബിൾ സ്പേസ് ഉണ്ട്, പ്രിഫേർഡ് സൈസ് വിഡ്ജറ്റ് ഉണ്ട്, എലവേഷൻ, സ്ക്രോൾഡ്. അപ്പോൾ നേരത്തെ നോക്കിയ പോലെ ഇതെല്ലാം ഒന്നും കൂടെ ചെക്ക് ചെയ്യുക. ഇതിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ ഏകദേശം നോക്കുക. ഓക്കെ, ആപ്പ് ബാറിൽ ഇപ്പം നമ്മൾ ഇത്രയും 3-4 പ്രോപ്പർട്ടീസ് നോക്കി. ഓക്കെ, ഇപ്പോൾ ഈ സ്കഫോൾഡിൻ്റെ പ്രോപ്പർട്ടീസ് നമ്മൾ നോക്കി. അപ്പോൾ ആപ്പ് ബാർ ഇതിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. ദെൻ സ്കഫോൾഡിന് ബാക്ക്ഗ്രൗണ്ട് കളർ ഉണ്ട്. സ്കഫോൾഡിന് ബാക്ക്ഗ്രൗണ്ട് കളർ ഉണ്ട്. നമുക്കൊരു ബ്ലൂ കൊടുത്തു നോക്കാം. ബ്ലൂവിൽ കൊടുത്തു. ഇനി ബ്ലൂവിൽ നമുക്ക് ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. മീൻസ് 200 എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു ഷെയ്ഡിലുള്ള ഇതാണ് നമുക്ക്. ഇപ്പോൾ ഇങ്ങനെ വന്നു. ദെൻ ഞാനിതൊരു 100 ആക്കി. ദെൻ റൺ ചെയ്യുമ്പോൾ ഇനി ജസ്റ്റ് ആ ഒരു കളറ് കണ്ടില്ലേ? അപ്പോൾ ഇതുപോലെയൊക്കെ നമുക്ക് കളേഴ്സ് കൊടുക്കാം. ഞാൻ ഇപ്പോൾ സിംപ്ലി ബ്ലൂ എന്നുള്ളതാണ് കൊടുത്തത്. അപ്പോൾ സ്കഫോൾഡിന് കളർ പറയുമ്പോൾ ഇത് മുഴുവനായിട്ട് ഇപ്പോൾ ഈ ബ്ലൂ കളറാവും. സ്കഫോൾഡ് പറഞ്ഞാൽ നമ്മൾ എന്താണെന്ന് പറഞ്ഞത്? ഇത്രയും പോർഷൻസ് ആണ് സ്കഫോൾഡ് പറഞ്ഞാൽ. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഈ ബ്ലൂ കളറാവും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ആപ്പ് ബാറിന് നമ്മൾ വേറെ സെപ്പറേറ്റ് കളർ കൊടുത്തുകൊണ്ട് ഈ ബ്ലൂ കളർ ആപ്പ് ബാറിൽ കാണില്ല എന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ആപ്പ് ബാർ ഒരു പ്രോപ്പർട്ടിയാണ് ആപ്പ് ബാർ. ദെൻ സ്കഫോൾഡിൻ്റെ വേറൊരു പ്രോപ്പർട്ടി ബോഡി പറഞ്ഞാൽ എന്താ? അപ്പോൾ ഇത്രയും പോർഷൻസ് നമ്മൾ ആപ്പ് ബാറാണ് പറഞ്ഞു. ദെൻ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള പോർഷനാണ് ബോഡി. ഓക്കെ, ഇവിടുന്ന് ഇങ്ങോട്ടുള്ള പോർഷനാണ് ബോഡി പറഞ്ഞാൽ. ദെൻ ആ ബോഡിയിൽ ഒരു ഇമേജ് കൊടുന്നിടാം. എന്നുണ്ടെങ്കിൽ
ഒരു ഇമേജ് വിഡ്ജറ്റാണ് നമ്മൾ യൂസ് ചെയ്യുക. ഇമേജ് വിഡ്ജറ്റിൽ ഇമേജിൻ്റെ പ്രോപ്പർട്ടീസിൽ നോക്കുമ്പോൾ ഇമേജ് കൊടുക്കാം. ദെൻ ഇമേജിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് ഇമേജ്. ദെൻ അതിലാണ് നമ്മൾ നെറ്റ്വർക്ക് ഇമേജ് ഉണ്ട്, അസെറ്റ് ഇമേജ് ഉണ്ട്. അസെറ്റ് ഇമേജൊക്കെ നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ പറഞ്ഞത് ഇപ്പോൾ ജസ്റ്റ് നമ്മൾ നെറ്റ്വർക്ക് ഇമേജാണ് യൂസ് ചെയ്യണത്. നെറ്റ്വർക്ക് ഇമേജ് പറഞ്ഞാൽ ഗൂഗിളിലൊക്കെ ഉള്ള ഏതെങ്കിലും ഇമേജിൻ്റെ URL ഇവിടെ നമ്മൾ കൊടുത്താൽ, ഇവിടെ ഡബിൾ കോട്ട്സിൻ്റെ അകത്ത് നമ്മൾ കൊടുങ്ങാണ്ട് ആ URL കൊടുത്താൽ നമുക്ക് ആ ഇമേജ് ഇവിടെ നമുക്ക് ഷോ ചെയ്യും. നമുക്ക് നോക്കാം. നമുക്ക് ജസ്റ്റ് ഇവിടുന്ന് ഒരു കമ്പ്യൂട്ടറിൻ്റെ ഇമേജ് എടുക്കാം. നമുക്ക് ഈ ഒരു ഇമേജിൻ്റെ URL എടുത്ത് നമുക്ക് അവിടെ പേസ്റ്റ് ചെയ്യാം. കോപ്പി ചെയ്ത് ദെൻ ഈ ഡബിൾ കോട്ട്സിൻ്റെ അകത്ത് വേണമെങ്കിൽ കൊടുക്കാൻ പേസ്റ്റ് ചെയ്തു. നമുക്ക് ഇത് റൺ ചെയ്ത് നോക്കാം. ആ വിളിച്ച ഇമേജിൻ്റെ സൈസ് ഇത്രയാണ്, അതുകൊണ്ടാണ് അത്ര പോർഷന് അതെടുത്തത്. ഓക്കെ, അപ്പോൾ ബോഡിയിൽ ഇപ്പോൾ നമ്മളൊരു ഇമേജ് കൊടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ താഴെ നമുക്ക് എന്തെങ്കിലും കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഇതിൻ്റെ താഴെ കൊടുക്കാൻ പറ്റുമോ? നമുക്ക് വേറൊരു ഇമേജ് കൊടുക്കണം എന്നായിരുന്നു. എറർ അടിക്കും. കാരണം എന്താണെന്നറിയോ? നമ്മൾ ഇതുപോലെ ഒന്നിൻ്റെ താഴെ അങ്ങനെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യണ്ടേ? ഞാനത് കളഞ്ഞു. അപ്പോൾ നമ്മളിവിടെ കോളം, ഇപ്പോൾ ഇവിടെ ഞാനൊരു ഇമേജ് കൊടുത്തു. ഇനി എനിക്ക് ഇതിൻ്റെ താഴെ വേറൊരു ഇമേജ് കൊടുക്കണം, അല്ലെങ്കിൽ വേറൊരു ടെക്സ്റ്റ് കൊടുക്കണം. ദെൻ അതിൻ്റെ താഴെ വേറെ എന്തെങ്കിലും കൊടുക്കണം. അങ്ങനെ ഒന്നിൻ്റെ താഴെ നമുക്ക് ഇങ്ങനെ അലൈൻ ചെയ്ത് പോരണം എന്നുണ്ടെങ്കിൽ കോളം വിഡ്ജറ്റിൻ്റെ അകത്ത് നമുക്ക് ചിൽഡ്രൻ ഉണ്ട്. ഒന്നിൽ കൂടുതൽ വിഡ്ജറ്റ്സ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, ചിൽഡ്രൻ എന്നുള്ള പ്രോപ്പർട്ടിയിൽ ഒന്നിൽ കൂടുതൽ വിഡ്ജറ്റ്സ് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഞാൻ ഒരു ടെക്സ്റ്റ് കൊടുത്തു. നമുക്ക് റൺ ചെയ്യാം. അപ്പോൾ ആ ഇമേജ് അവിടെ നിന്ന് കളഞ്ഞിട്ടുണ്ട്. കൊടുത്തു. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് നമ്മളാ കൊടുത്ത ഇമേജ് കൊടുക്കാം. ആ ഇമേജ് കൊടുത്ത് റൺ ചെയ്യണം. നമുക്ക് എന്തെങ്കിലും എററൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ റൺ എന്നുള്ള ഈ ഒരു കൺസോൾ ഓപ്പൺ ചെയ്തിടണം. ഇതിലാണ് നമുക്ക് എറേഴ്സൊക്കെ ഉണ്ടെങ്കിൽ വിസിബിൾ ആവുക. ഓക്കെ, ആ ഇമേജിൻ്റെ താഴെ വന്നു. അപ്പോൾ കോൾ എന്ന് പറഞ്ഞ വിഡ്ജറ്റ് പറഞ്ഞാൽ നമുക്ക് ഒന്നിൻ്റെ താഴെ, അതായത് ഓരോ വിഡ്ജറ്റിൻ്റെ താഴേക്ക് അലൈൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് കോൾ എന്ന് പറഞ്ഞിട്ടുള്ള വിഡ്ജറ്റ് യൂസ് ചെയ്യാം. ഇതിൽ ഞാൻ ഒരു ഐക്കൺസിൽ ഒരു കൊടുത്തു. റൺ ചെയ്യാൻ Ctrl+S അടിച്ചാൽ നമുക്ക് റീലോഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ റൺ ചെയ്തു. അപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ഇമേജിൻ്റെ താഴെ ഈ ഒരു ടെക്സ്റ്റ് വന്നു. ദെൻ അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഐക്കൺ വന്നു. ഓക്കെ, ഇതിപ്പോൾ സെൻറ്ററിലാണ് അലൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, കോളത്തിൽ ഡിഫോൾട്ടായിട്ട് നമ്മൾ കൊടുക്കുന്നത് സെൻറ്ററിലാണ് അലൈൻ ചെയ്യുക. നമുക്കിനി അത് സ്റ്റാർട്ടിങ്ങിലോട്ടാക്കണം. അപ്പോൾ ഇവിടെ കോളത്തിൻ്റെ മെയിൻ ആക്സിസ് പറഞ്ഞാൽ ഇങ്ങോട്ട് താഴോട്ടും, ക്രോസ് ആക്സിസ് പറഞ്ഞാൽ ഇങ്ങനെ റൈറ്റ് ടു ലെഫ്റ്റും ആണ്. ഓക്കെ, ലെഫ്റ്റ് ടു റൈറ്റും ആണ്. ഓക്കെ, ക്രോസ് ആക്സിസ് പറഞ്ഞാൽ ലെഫ്റ്റ് ടു റൈറ്റും, മെയിൻ ആക്സിസ് പറഞ്ഞാൽ ടോപ്പ് ടു ബോട്ടം ആണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഇതിപ്പോൾ ക്രോസിലല്ലേ, മെയിൻ ആക്സിസ് അലൈൻമെൻ്റ് ഉണ്ട്. മെയിൻ ആക്സിസ് നമ്മൾ സ്റ്റാർട്ട് ആക്കണം. മെയിൻ ആക്സിസ് അലൈൻമെൻറ്റ് നമ്മൾ സ്റ്റാർട്ട് കൊടുക്കുക. നമ്മൾ സ്റ്റാർട്ട് അടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതേപോലെ വരും. ദെൻ ക്രോസ് ആക്സിസ് ഇങ്ങനെ ക്രോസ് അല്ലേ, ഇത് ക്രോസ് ആക്സിസ് അല്ലേ, ലെഫ്റ്റ് ടു റൈറ്റ്, അതും സ്റ്റാർട്ട് കൊടുക്കുക നമ്മൾ. അപ്പോൾ നമുക്ക് ക്രോസ് ആക്സിസ് അലൈൻമെൻറ്റ് സ്റ്റാർട്ട് കൊടുത്തു. ഇനി നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഇവിടെ കണ്ടില്ലേ, ഇവിടെ സ്റ്റാർട്ടിൽ വന്നു. ഓക്കെ, സ്റ്റാർട്ടിൽ വന്നു. ഇവിടെ ഇപ്പോൾ മെയിൻ ആക്സിസ് അലൈൻമെൻറ്റ് നമുക്ക് ഫസ്റ്റ് ഇപ്പോൾ ചിലതൊക്കെ ഇവിടെ സെൻറ്ററിലൊക്കെ കൊടുങ്ങാണ്ട് അലൈൻ ചെയ്യും. അപ്പോൾ മെയിൻ ടോപ്പിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മെയിൻ ആക്സിസ് സ്റ്റാർട്ട് കൊടുക്കാം. ദെൻ ക്രോസ് ആക്സിസ് ഇവിടുന്ന് ലെഫ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്രോസ് ആക്സിസ് അലൈൻമെൻറ്റ് സ്റ്റാർട്ട് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ മെയിൻ ആക്സിസ് അലൈൻമെൻറ്റ് ആവശ്യമൊന്നുമില്ല, ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി കൊടുത്തു എന്നുള്ളൂ. മെയിൻ ആക്സിസ് അലൈൻമെൻറ്റ് സ്റ്റാർട്ട് കൊടുത്താൽ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും. ക്രോസ് ആക്സിസ് അലൈൻമെൻറ്റ് സ്റ്റാർട്ട് കൊടുത്താൽ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും. ഇങ്ങോട്ട് ലെഫ്റ്റ് ടു റൈറ്റ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും, ടോപ്പ് ടു ബോട്ടം ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ,
കോളത്തിൽ നമുക്ക് വേറെ ടാസ്ക് ഒക്കെ തരാം. അപ്പോൾ കോളത്തിൻ്റെ അതൊന്നുകൂടെ മനസ്സിലാവും. ഓക്കെ, നമുക്ക് ഇനി ഈ കോളത്തിൻ്റെ അകത്ത് തന്നെ ഒരു റോ കൊടുക്കാം. റോ പറഞ്ഞാൽ ഒരു വിഡ്ജറ്റ് ആണ്. നമ്മൾ നേരത്തെ ആക്ഷൻസിൽ പറഞ്ഞില്ല, ആക്ഷൻസിൻ്റെ അകത്ത് ലിസ്റ്റ് ഓഫ് വിഡ്ജറ്റ്സ് ആണ്. അപ്പോൾ അതിലത്തെ വിഡ്ജറ്റ്സ് എങ്ങനെയാണ് അലൈൻ ചെയ്യുക? റോൻ്റെ മീൻസ് ഒന്ന് കഴിഞ്ഞ് തൊട്ടടുത്ത് ലെഫ്റ്റ് ടു റൈറ്റ് എന്നുള്ള ആ ഒരു അലൈൻമെൻറ്റിലാണ് അത് അലൈൻ ചെയ്യുക. അപ്പോൾ റോൻ്റെ അകത്ത് നമ്മളിവിടെ ചിൽഡ്രൻ എന്നുള്ള പ്രോപ്പർട്ടി എന്നെ യൂസ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് നമുക്ക് മൾട്ടിപ്പിൾ വിഡ്ജറ്റ്സ് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ഇമേജ് തന്നെ ഫസ്റ്റ് കൊടുക്കാം. ഇമേജിൽ നമുക്ക് നെറ്റ്വർക്ക് ഇമേജ് കൊടുക്കാം. ഓക്കെ, നെറ്റ്വർക്ക് ഇമേജ് കൊടുത്തു. ദെൻ നമുക്ക് ഒരു ഇമേജ് എടുക്കാം. കോപ്പി ഇമേജ് അഡ്രസ്. ദെൻ റൺ ചെയ്യാം. ഓക്കെ, ഇപ്പം നമ്മൾ ഈ റോല് ഇപ്പോൾ ഇവിടെ കോളത്തിൻ്റെ അകത്ത് ചിൽഡ്രനിൽ ഫസ്റ്റ് ഒരു വിഡ്ജറ്റ്, ഇമേജ് പറഞ്ഞ വിഡ്ജറ്റ്, ദെൻ ടെക്സ്റ്റ്, ദെൻ ഐക്കൺ, ദെൻ അത് കഴിഞ്ഞിട്ട് റോ പറഞ്ഞിട്ടുള്ള ഒരു വിഡ്ജറ്റ് എടുത്തു. അതിൻ്റെ അകത്ത് നമ്മൾ ഒരു നെറ്റ്വർക്ക് ഇമേജ് എടുത്തു. ഇവിടെ നമുക്ക് ഓവർഫ്ലോ വന്നു. എന്തുകൊണ്ടാണ് ഓവർഫ്ലോ വന്നത്? ഇവിടെ ഓവർഫ്ലോ വന്ന് നമ്മൾ ഈ കൺസോളിൽ നോക്കി നമുക്ക് കാണാം. ഇതാക്കണം, എ റെൻഡർ ഫ്ലെക്സ് ഓവർഫ്ലോഡ് ബൈ 118 പിക്സൽസ് ഓൺ ദി റൈറ്റ് സൈഡിൽ 118 പിക്സൽസ് ഓവർഫ്ലോ ആണ് എന്നാണ് പറയുന്നത്. ഇവിടെ നമുക്കിത് ജസ്റ്റ് സൂം ചെയ്ത് നോക്കിയാൽ കാണാം. ഇവിടെ ഒരു 118 പിക്സൽസ് ഓവർഫ്ലോ ആണ്. ഓക്കെ, അപ്പം അതെന്തുകൊണ്ടാണ്? നമ്മുടെ ആ ഒരു ഫോണിൻ്റെ വിഡ്ത്ത് ഉണ്ടല്ലോ, അവിടെ നമ്മൾ കൊടുത്ത ആ ഒരു നെറ്റ്വർക്ക് ഇമേജിന് കണ്ടെയ്ൻ ചെയ്യാൻ പറ്റണില്ല. അങ്ങനത്തെ കേസിൽ നമുക്ക് ആ ഒരു ഇമേജിനെ നമുക്ക് കണ്ടെയ്നറിലോട്ട് ഇടാം. നമ്മളിവിടെ റാപ്പ് ചെയ്തിട്ടുണ്ട് ഇമേജിനെ കണ്ടെയ്നർ വെച്ചിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് കണ്ടെയ്നറിന് ഒരു ഹൈറ്റ് കൊടുക്കാം. 100 എന്നുള്ളൊരു ഹൈറ്റ് കൊടുത്തു, ഒരു വിഡ്ത്തും കൊടുക്കാം. 100 എന്നുള്ളൊരു വിഡ്ത്തും കൊടുത്തു. ദെൻ നമ്മളൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇപ്പം എന്തായി? നമ്മൾ കൊടുത്ത ആ ഒരു കണ്ടെയ്നറിന് ഹൈറ്റും വിഡ്ത്തും കൊടുത്ത സമയത്ത് ആ ഒരു ഹൈറ്റിലും വിഡ്ത്തിലും ഉള്ള സ്പേസ് അവിടെ ആ ഒരു കണ്ടെയ്നർ എടുത്തു. ദെൻ അതിനകത്താണ് നമ്മൾ കൊടുത്ത ഇമേജ് വന്നിട്ടുള്ളത്. സോ അത് അതിൽ കണ്ടെയ്ൻ ചെയ്തു. ഓക്കെ, ഇനി ഈ ഓരോ വിഡ്ജറ്റ്സിനെ പറ്റിയിട്ടും നമ്മൾ സെപ്പറേറ്റ് വീഡിയോസ് ഉണ്ട്. ഓരോ സിംഗിൾ വിഡ്ജറ്റിനെ പറ്റിയിട്ടും സെപ്പറേറ്റ് വീഡിയോസ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഓരോ വിഡ്ജറ്റ്സിനെയും പറഞ്ഞു പോകുന്നേ ഉള്ളൂ. സോ ഈ ഓരോ വിഡ്ജറ്റ്സിനെ കുറിച്ചും കൂടുതൽ അറിയാൻ ഓരോ വിഡ്ജറ്റ്സിൻ്റെയും സിംഗിൾ വീഡിയോസ് ഉണ്ട്. സോ അത് ഡീറ്റെയിൽഡ് ആയിട്ട് കാണാം. ഇപ്പോൾ ജസ്റ്റ് നമുക്ക് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇവിടെ ഇനി നമുക്ക് ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇത് കമൻറ്റ് ചെയ്ത് വെക്കാം. ഇവിടെ ഞാൻ Ctrl/ആണ് ക്ലിക്ക് ചെയ്തത്. അപ്പോഴാണ് ആ ഒരു ലൈന് കമൻറ്റ് ചെയ്തത്. ദെൻ ഈ ഒരു കണ്ടെയ്നറിന് നമുക്ക് ക്ലോസ് ചെയ്യാം. എറർ വന്നില്ലേ? ആ എറർ ഇപ്പോൾ ഇവിടെ വന്ന എറർ എന്താണ്? നമുക്ക് ജസ്റ്റ് ഇവിടെ പ്രോബ്ലംസ് എടുത്ത് നോക്കാം. പ്രോബ്ലംസിൽ എക്സ്പെക്റ്റഡ് ടു ഫൈൻഡ് ഒരു ക്ലോസിങ് ബ്രാക്കറ്റ് മിസ്സായതാണ്. അപ്പോൾ നമ്മൾ ഈ കണ്ടെയ്നറിൻ്റെ ഒരു ക്ലോസിങ് ബ്രാക്കറ്റ് മിസ്സായിട്ടുണ്ട്. അത് ഇവിടെയാണ്. അത് നമുക്ക് ജസ്റ്റ് എൻ്റർ അടിച്ചങ്ങാണ്ട് താഴത്തോട്ട് ഇട്ടിട്ട് ആ ഒരു കമൻറ്റ് കളയാം. ഓക്കെ, ഇപ്പോൾ ആ ഒരു എറർ പോയി. ദെൻ ഈ ഒരു കണ്ടെയ്നർ നമുക്കൊരു കളർ കൊടുക്കാം. അപ്പോൾ നമ്മൾ അതിലുള്ള ഇമേജ് നമ്മൾ കളഞ്ഞു. ഓക്കെ, ഇമേജ് നമ്മൾ കമൻറ്റ് ചെയ്ത് വെച്ചു. ദെൻ ആ ഒരു കണ്ടെയ്നറിന് നമ്മൾ കളർ കൊടുത്തു. ഓക്കെ, ഇപ്പോൾ ആ ഒരു ഹൈറ്റ് 100ഉം വിഡ്ത്ത് 100ഉം ഉള്ള ആ ഒരു സ്പേസിൽ നമുക്ക് എന്താണ് വരിക? നമുക്ക് റൺ ചെയ്യാൻ കൊടുക്കാം. ദെൻ ആ ഒരു സ്പേസിൽ നമുക്ക് എന്താ വരിക? ഈ ഒരു റെഡ് കളറാണ് വരിക. ഓക്കെ, ഇതിപ്പോൾ ഇവിടെ ഉള്ള ഈ ഒരു കണ്ടെയ്നറിൻ്റെ ഹൈറ്റ് 100ഉം വിഡ്ത്ത് 100ഉം ആണ്. ആ സ്പേസിൽ നമുക്ക് റെഡ് കളർ എന്നുള്ളത് വന്നു. ഓക്കെ, ഇനി കണ്ടെയ്നറിന് ഇനിയുണ്ട് ഒത്തിരി പ്രോപ്പർട്ടീസ്. ഈ പ്രോപ്പർട്ടീസൊക്കെ. അപ്പോൾ അതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോസിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ ഇപ്പം നമ്മൾ റോൻ്റെ അകത്ത് ഫസ്റ്റ് ഒരു കണ്ടെയ്നർ കൊടുത്തു. നമുക്ക് ഈ ഒരു കളറ് ഇവിടുന്ന് കളഞ്ഞിട്ട് നമുക്ക് ആ ഒരു ഇമേജ് തന്നെ കൊടുക്കാം. കൊടുത്തു. ദെൻ നമുക്ക് റൺ ചെയ്ത് നോക്കാം. ആ ഒരു ഇമേജ് വന്നു. നെക്സ്റ്റ് റോല് നമ്മൾ ഫസ്റ്റ് ഒരു കണ്ടെയ്നറിൽ ഇമേജ് എടുത്തു. ദെൻ നമുക്ക് അവിടെ കുറച്ചൊരു സ്പേസ് വിട്ടിട്ട് വേണം അടുത്ത ഇമേജ് വരാൻ. അപ്പോൾ നമ്മൾ അവിടെ സൈസ് ബോക്സ് കൊടുത്തിട്ട് ഒരു വിഡ്ത്ത്
ഒരു 15 കൊടുത്തു. ഓക്കെ, ദെൻ നമ്മൾ എഗെയിൻ ഒരു കണ്ടെയ്നർ കൊടുത്തു. ആ കണ്ടെയ്നറിന് നമ്മൾ ഹൈറ്റ് നേരത്തെ കൊടുത്ത പോലെ 100 കൊടുത്തു. ദെൻ വിഡ്ത്ത് നമ്മൾ 100 കൊടുത്തു. ഇവിടെ ഒരു എറർ കാണിക്കുന്നുണ്ട്, എക്സ്പെക്റ്റഡ് ടു ഫൈൻഡ് സെമിക്കോളൻ. ഇവിടെ നമ്മൾ ഇവിടെ ഒരു എറർ കാണിക്കുന്നുണ്ട്, എക്സ്പെക്റ്റഡ് ടു ഫൈൻഡ് കോമ. ഓക്കെ, ഇവിടെ നമ്മൾ പറഞ്ഞു ഓരോ വിഡ്ജറ്റ്സ് കഴിയുമ്പോഴും നമ്മൾ ഓരോ കോമ മെൻഷൻ ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഓരോ വിഡ്ജറ്റ്സ് കഴിയുമ്പോഴും നമ്മളൊരു കോമ ഇട്ട് കൊടുക്കണം. ഓക്കെ, ദെൻ ആ കോമ ഇട്ട് കൊടുത്തോണ്ട് ആ ഒരു എറർ പോയി. ദെൻ നെക്സ്റ്റ് നമ്മളൊരു കണ്ടെയ്നറിൽ ഹൈറ്റും വിഡ്ത്തും കൊടുത്തു. കണ്ടെയ്നറിന് ചൈൽഡാണ് വരിക. ഓക്കെ, ചിൽഡ്രൻ. റോക്കും കോളത്തിനും എന്താണ് വന്നത്? ചിൽഡ്രൻ ആണ്. ചിൽഡ്രൻ ആണെങ്കിൽ നമുക്ക് മോർ ദാൻ 1 വിഡ്ജറ്റ്സ് നമുക്ക് പ്ലേസ് ചെയ്യാം. ബട്ട് ചൈൽഡ് ആണെങ്കിലോ നമുക്ക് ഒരു വിഡ്ജറ്റ് ഉള്ളൂ, അതിന് ചൈൽഡ് ആക്കി കൊടുക്കാൻ പറ്റുക. അപ്പൊ ഇനി വേണമെന്നുണ്ടെങ്കിൽ കണ്ടെയ്നറിന്റെ അകത്ത് നമുക്ക് മൾട്ടിപ്പിൾ വിഡ്ജറ്റ്സ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? നമുക്ക് ഈ ഒരു ചൈൽഡിന് കോളോ റോയോ കൊടുത്തിട്ട് ദെൻ ആ കോളത്തിന് ചിൽഡ്രൻ ഉണ്ടാവില്ലേ, ദെൻ അതിൻ്റെ അകത്ത് നമുക്ക് വിഡ്ജറ്റ്സ് കൊടുക്കാം. ഇങ്ങനെയാണ്. ഇതൊക്കെ നമ്മൾ ഒറ്റൊരു ഡേ കൊണ്ട് പഠിക്കണമല്ല. ഓക്കെ, ഇവിടെ ഇപ്പം നമുക്ക് വേണ്ട എന്തായാലും ഒരു ഇമേജാണ് വേണ്ടത്. ഇമേജിന് വേണ്ടി ഇമേജ് പ്രോപ്പർട്ടി, ദെൻ നെറ്റ്വർക്ക് ഇമേജ്. നെറ്റ്വർക്ക് ഇമേജിൽ നമ്മൾ ഏതെങ്കിലും ഒരു URL കൊടുത്തിടും. ഓക്കെ, അതിനു മുമ്പ് നമ്മൾ ഇനി ഫ്ലട്ടർ പഠിക്കുമ്പോൾ ഡാർട്ട് പോലെ നമുക്ക് ഇതേപോലെ ഇങ്ങനെ ഏണം അല്ലെങ്കിൽ ഇതിങ്ങനെ വരിക, അതുപോലെ ഒന്നും നമുക്ക് ഫ്ലട്ടറിനെ നമുക്ക് പഠിപ്പിക്കാൻ കഴിയൂല. ഫ്ലട്ടർ എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഡിസൈൻ എന്തെങ്കിലും കാണുമ്പോൾ നമ്മൾ അതുപോലെ, നമ്മളിപ്പോൾ ഫ്ലട്ടർ ഒരിക്കലും നമുക്ക് പഠിച്ചു തീർക്കാൻ പറ്റൂല. ഓക്കെ, നമ്മൾ ഓരോ പുതിയ പുതിയ വിഡ്ജറ്റ്സും ഓരോ ഡേയ്സ് വരുമ്പോഴും നമ്മൾ അതിനോട് ചെയ്ത് നമ്മൾ യൂസ്ഡ് ആവുക. കാരണം ഓക്കെ, നമ്മൾ ഓരോ പ്രോജക്ട്സ് ചെയ്യുമ്പോഴും അതിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള വിഡ്ജറ്റ്സ് ആവും. നമുക്ക് ഇതുവരെയും മേ ബി കാണാത്ത, നമ്മൾ ഇതുവരെയും യൂസ് ചെയ്യാത്ത പുതിയ വിഡ്ജറ്റ്സ് ഒക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യുന്ന ടൈമിൽ കിട്ടും. അപ്പോൾ നമ്മൾ ഒരിക്കലും ഫ്ലട്ടർ പഠിത്തം കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇരിക്കാനൊരു ടൈം ഉണ്ടാവില്ല. പക്ഷെ ബേസിക് ആയിട്ടുള്ള കുറച്ച് വിഡ്ജറ്റ്സ് ഉണ്ട്, അത് നമ്മൾ ഡീൽ ചെയ്യും. ഓക്കെ, ദെൻ നെറ്റ്വർക്ക് ഇമേജിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഇമേജ് കൊടുന്നിടാം. ഓക്കെ, നമുക്ക് എന്ത് ഇമേജാണ് കൊടുന്നിടുക? ജസ്റ്റ് ഒരു കാർട്ടൂൺ ക്യാരക്ടറിൻ്റെ ഇമേജ് എന്തെങ്കിലും കൊടുന്നിടാം. ജസ്റ്റ് ഓക്കെ, നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഇവിടുന്ന് കോപ്പി ലിങ്ക് അഡ്രസ്സ് എടുക്കാം. ദെൻ നമ്മൾ ഇവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യും. നമുക്ക് കോപ്പി ഇമേജ് അഡ്രസ്സ് എടുക്കാം. ദെൻ ഇവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യും. നമുക്ക് റൺ ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്ത ഹൈറ്റിലും വിഡ്ത്തിലും ഇമേജ് വന്നു. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുമ്പ് കൊടുത്ത കണ്ടെയ്നറും ഹൈറ്റും വിഡ്ത്തും 100 ആണ് കൊടുത്തത്. ഇതിനിപ്പോൾ ഹൈറ്റും വിഡ്ത്തും 100 ആണ് കൊടുത്തത്. പക്ഷെ രണ്ടിൻ്റെ സൈസും വ്യത്യാസമല്ലേ? അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നേരത്തെ ഫസ്റ്റ് കൊടുത്ത ഇമേജിന് വിഡ്ത്ത് 100 കണ്ടെയ്ൻ ചെയ്യാണ്ട്, പക്ഷെ ഹൈറ്റ് അത്രത്തോളം ഇല്ല. അതുകൊണ്ടാണ് അതങ്ങനെ വന്നത്. അപ്പോൾ നമുക്ക് അങ്ങനത്തെ കേസിൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ഒരു ഫസ്റ്റ് ഇമേജ് ആ 100 ഹൈറ്റ് എടുക്കുന്നില്ല, വിഡ്ത്ത് എടുക്കുന്നുണ്ട്, ആ 100 ഹൈറ്റ് എടുക്കുന്നില്ല. അതെന്തുകൊണ്ടാണ്? ആ ഇമേജിന് ഹൈറ്റ് അത്രയുള്ളൂ വരുന്നത്. നമ്മൾ കണ്ടെയ്ൻ ചെയ്യുമ്പോൾ വിഡ്ത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് അത് ആ 100 ഹൈറ്റും 100 വിഡ്ത്തും എടുക്കണം എന്നുണ്ടെങ്കിൽ ഇമേജിന് ഫിറ്റ് പറഞ്ഞൊരു പ്രോപ്പർട്ടി ഉണ്ട്. ദെൻ ഫിറ്റിൽ ബോക്സ് ഫിറ്റ് ഡോട്ട് ഫില്ല് കവർ നൺ കണ്ടെയ്ൻ. നമ്മൾ അതിൽ ഫില്ല് കൊടുത്തു. തന്നെ ഒന്ന് റൺ ചെയ്ത് നോക്കാം. എന്തായി? നമ്മൾ കൊടുത്ത ആ ഹൈറ്റിലും വിഡ്ത്തിലും ആ ഒരു ഇമേജ് അങ്ങോട്ട് ഫില്ലായി നിന്നു. അപ്പൊ അതിൽ എന്ത് ചെയ്യും? ആ ഇമേജിന് ചിലപ്പോ ആ ഇമേജിനെ എന്താ നമ്മൾ പറയാ, ആ ഇമേജിന്റെ ഒറിജിനൽ സ്റ്റൈലാവില്ല നമുക്ക് അവിടെ കിട്ടുക. അത് ഫില്ല് ചെയ്ത് നമ്മൾ ആ ഒരു ഹൈറ്റിനും വിഡ്ത്തിനും അനുസരിച്ച് അതിന്റെ വിഡ്ത്തും ഹൈറ്റും കൂട്ടിക്കാണ്. ഓക്കെ, നമ്മൾ കവർ പറഞ്ഞ പ്രോപ്പർട്ടി യൂസ് ചെയ്തു. അപ്പൊ നമുക്ക് എന്താ വരിക? ആ ഒരു ഹൈറ്റിനും വിഡ്ത്തിനും കവർ ചെയ്ത് കണ്ട് നിൽക്കും. ഓക്കെ, ഇവിടെ ഫില്ലും കവറും തമ്മിലുള്ള വ്യത്യാസം എന്താ? നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്തപ്പോൾ ആ ഇമേജ് ആ ഒരു 100 ഹൈറ്റും വിഡ്ത്തിലും
ഫില്ലായി നിൽക്കുകയാണ്. ഓക്കെ, ആ ഒരു ഇമേജാണ് ആ കണ്ടെയ്നറിൽ ഫുള്ളായിട്ട്. ദെൻ കവർ വരുമ്പോഴോ ആ കണ്ടെയ്നറിന്റെ ഒരു ഇതിനെ കവർ ചെയ്ത് കണ്ടാ നിൽക്കണം. നേരത്തെ നമ്മൾ ലാപ്ടോപ്പിന്റെ കുറച്ചും കൂടി സ്പേസ് കണ്ടിരുന്നു. ഓക്കെ, ഇതിൽ കറക്റ്റ് ഇമേജ് തന്നെ. അതില് ആ ഒരു ഹൈറ്റിലും വിഡ്ത്തിലും ഇൻക്ലൂഡ് ആവുന്നത് അതിൽ കാണിച്ചിട്ട് ബാക്കി കവറായി നിൽക്കുന്നുണ്ട്. ഓക്കെ, ദെൻ അതിൽ വരുന്നത് ഫിൽ ഹൈറ്റ്. ഹൈറ്റിന് ഫില്ലായി നിൽക്കുക. എത്രയാണോ ആ ഹൈറ്റിന് ഫില്ലായി നിൽക്കുക. ദെൻ നെക്സ്റ്റ് നമുക്ക് ഫിറ്റ് വിഡ്ത്ത്. ഫിറ്റ് വിഡ്ത്ത് എന്താ? ആ വിഡ്ത്തിന് ഫിറ്റായി നിൽക്കുക. ഹൈറ്റ് എങ്ങനെയാണെങ്കിലും പ്രശ്നമല്ല, ആ വിഡ്ത്ത് ഫിറ്റായി നിന്നാൽ മതി. നമ്മൾ കൊടുത്ത ആ വിഡ്ത്ത് ഫിറ്റായി നിന്നാൽ മതി. ഓക്കെ, നേരത്തെ നമ്മൾ ഹൈറ്റ് കൊടുത്ത സമയത്ത് നമുക്ക് ആ ഹൈറ്റും കൂടെ അവിടെ ഇതായി എടുത്തു. ദെൻ നമ്മൾ അവിടെ കവർ കൊടുത്തു, ഫില്ല് കൊടുത്തു. ആ ടൈമിലൊക്കെ നമുക്ക് അതിന്റെ ഡിഫറൻസ് മനസ്സിലായില്ലേ?